ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്കറിയാം, ഞാൻ കാലങ്ങളായി വീഡിയോ ഇടുന്നില്ല. സോ നമ്മളിപ്പോൾ ഫോണിലായിരുന്നു, ടാബിലായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കിട്ടി. സോ നമുക്ക് തുടങ്ങാം. സോ നമ്മളിന്ന് കളിക്കുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾ പറയണ കളിക്കാം. സോ നമ്മൾ കളിക്കുന്ന ഹൈഡാസിക് എക്സ്ട്രീമാണ്. ഞാൻ റോളേഴ്സ് കളിച്ച് തുടങ്ങിയ തൊട്ടേ ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ഗെയിമുകളൊക്കെ കിട്ടി. ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കണം തോന്നുന്നു. ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് വന്നപ്പോൾ തന്നെ കളി കഴിഞ്ഞു. സ്ഥലം ഏതായിരിക്കുമല്ലോ, ഈറ്റൻസ് ബെഡ്റൂം ആയിരിക്കും. യെസ്, കറക്റ്റ് ഗൈസ്, അത് തന്നെ കിട്ടി. ഞാനാവില്ലേക്ക് ഈറ്റാവുന്ന വലിയ ഇഷ്ടമല്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണോ അല്ലേ ഹൈഡറാവണാണോ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്ത്. സോ ഇവിടെ ഒരു ഇറ്റുണ്ട്. സമീനോടാം നമുക്ക് ഓടിക്കേണ്ട സ്ഥലം ചാടാൻ പാടില്ല. കോയിൻസ് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഐഡി ചെയ്തിരുന്നത് ഭയങ്കര അടുത്താണ്. ആരും പ്രത്യേകിച്ച് കണ്ടുപിടിക്കില്ലെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെയാണ് ഗൈസ്. നല്ല എഫക്റ്റീവായ ഒരു സ്ഥലമാണ്. ഇറ്റെന്നെ കണ്ടുപിടിച്ചില്ല ഗൈസ്. അവിടെ എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. നമുക്കിനി ഇത് പെറ്റ് അവ ഇപ്പം എന്നെ കണ്ടുപിടിച്ച് പോയില്ലേ. എനിക്കറിയായിരുന്നു ഈ ഡോഗ് വലിയ കഷ്ടം തന്നെ ഗൈസ്. എനിക്കറിയാറ് അത് കാരണം കണ്ടുപിടിക്കുമെന്ന്. ഞാൻ എന്തിനാണ് ഈ പെറ്റ്സിനെ വാങ്ങി തരണം. ഇതന്നൊക്കെ എന്നാലും ഇപ്പം ഇത് നല്ല വാങ്ങിച്ചപ്പോൾ എനിക്ക് എൻ്റെ വഴിയാവില്ല ഗൈസ്. എത്ര വെച്ചുള്ളൂ നമുക്ക്. UFO ഗോൾഡൻ ഡോജി TV മെക്കസ്പെഡർ എൻ്റെ ഉണ്ട്. മെക്കസ്പെഡർ എങ്ങോട്ട് പോകണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലാപ്ടോപ്പിൽ മൈക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലവും നോക്കുന്നുണ്ട്, കാണാനില്ല. ഇനി ഒളിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഫേസ് റിവീൽ ചെയ്യും. സോ ഞാൻ ഫേസ് റിവീൽ ചെയ്യാൻ കാണണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. 28 ഓർഡറാണ് അവിടെ. നമുക്ക് അടുത്ത പ്ലെയർ നോക്കാം. ഇവരൊക്കെ എവിടേക്കാണ്? മറ്റേ എലിക്കൂട് പോലെ സ്ഥലം. 4 പേരും അതിനകത്തോ? 4 പേരുള്ള എല്ലാവരും തീർന്നു. ഓടെ സ്ട്രെയിറ്റ് പോണ എല്ലാവരും അവിടെ ഇരിക്കണേ. എവനാണെന്ന് മനസ്സിലുള്ളതെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് പോകണില്ലടേ. സ്ട്രെയിറ്റ് പോകും. ഇടാമുണ്ട. എല്ലാവരും ഔട്ട്.
ഇറ്റ് ജയിച്ച് ഉറപ്പാണ്. ഇറ്റ് ജയിച്ച് ഇറ്റ് ജയിച്ച് എല്ലാവരും കുടിച്ചു. എൻ്റെ റൂമിലെ ഡോറ് തുറന്നിടക്കായിരുന്നു. ഞാനായിരിക്കല്ലേ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, എന്നെ തള്ളിട്ടോ. ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കളിച്ചപ്പോൾ ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. കണ്ടുപിടിക്കും. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോളിൽ കാരണം എന്നിട്ട് ലൈറ്റ് കണ്ടുപിടിക്കാൻ അങ്ങോട്ടേക്കാണ് ഓടുമ്പോൾ നമ്മൾ ലൈറ്റ് നിന്ന് സ്ഥലം, അതായത് അവിടെ പോയി നമ്മൾ വിളിക്കും. ഇതാണ് നമ്മളെ പ്ലാൻ. സോ കഴിഞ്ഞ പ്രാവശ്യം നോക്കി ഞാൻ വീഡിയോ, പിന്നെ കുറേ സൗണ്ട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇവ തനിയെ നോക്കാൻ വേണ്ടി പോയിരിക്കും. എന്താ തുടങ്ങി അപ്പ ഔട്ട്. സ്വൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട് ഐറ്റിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. അയ്യോ, നമ്മൾ അവിടെ നിന്ന് നേരെ അതിനകത്തോട്ട് ചവിടാൻ നോക്കി നമ്മൾ താഴെ വീണ് എന്നിട്ട് തിരിച്ചോടി അവൻ താഴേക്ക് എടുത്തിയാണ്. നമ്മളെന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ ജയിച്ചത്. നമ്മൾ ഔട്ടായി പോകായിരുന്നു. അവിടെ ഇറ്റ് താഴുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കണം കേട്ടോ. സോ നമുക്ക് പിന്നെ മറ്റേ സ്ട്രാറ്റജി ഉപയോഗിച്ചു കൊടുക്കണം. സോ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ ഓക്കെ, നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഓടിക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് നന്നായിട്ട് കാണാം. അത്യാവശ്യം ദൂരെയാണ് ഇട്ടിരിക്കുന്നത്. ഇറ്റ് അവിടെ താഴെ കിടന്ന് ചാടുന്നു. സോ നമ്മൾ ഇവിടെ ഇല്ലേ, നമ്മളിവിടെ ഉണ്ട്. നമ്മളെ കണ്ടുപിടിക്കില്ലെന്ന് വിശ്വസിക്കാം. ഇത്രയും നേരമായിട്ട് അവ ഒരാളെ കണ്ടുപിടിച്ചുള്ളൂ. ആ സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് ഇറങ്ങിയ പിന്നെ അങ്ങനെ കണ്ടുപിടിക്കണേ. ഞാൻ അടുത്ത ഏത് കളിയാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കെ. നിങ്ങൾ പറയണ കളി ഞാൻ കളിക്കണം. ചാടിക്കറി പോകണമല്ലോ. സോ നമ്മളെ വീഡിയോസിൽ സൗണ്ട് പ്രോബ്ലം, ലാഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഗൈസ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് കുഴപ്പമെന്ന് നോക്കാം. ഒരുത്തൻ തന്നെ പറയുന്നു നൂബ് സീക്കർ എന്ന്. ഇതെന്താടി, എൻ്റെ നെറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ, ഗെയിം എൻ്റെ ഔട്ട്. അവൻ ഗെയിം ലെഫ്റ്റ് ആയി. സോ നമ്മൾ ജയിച്ചിരിക്കുന്നു.
സക്സസ്. ഒരാളെ കണ്ടുപിടിച്ചു. അടുത്ത ആറ്റിക്കാണോ? ഓ കറക്റ്റ് ഗൈസ്. 8%. ഞാനായിരിക്കും ചിലപ്പോൾ. നല്ല അവള് പറഞ്ഞത് ഇപ്പം ഈ ഇറ്റായ ആള് പറഞ്ഞത് എന്താ മൂക്ക് സീക്രമെന്ന് പറഞ്ഞു. ഇനി ഇവളാരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അയ്യോ തീർന്നു. ചവറി. ഓക്കെ ഓക്കെ ഓക്കെ. ഐ നമ്മളിവിടെ ഒളിച്ചിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം നന്നായിട്ട് കണ്ടുപിടിക്കുന്ന സ്പോട്ടാണ്. കാരണം മറ്റ് ഇതിനകത്ത് അയക്കുന്നത് ഇറ്റ് വെറുതെ ഓടുന്ന. എൻ്റെ നെറ്റ്വർക്ക് പോയി കേട്ടോ. ഇത് നല്ല പണിയാണ് ഗൈസ്. എൻ്റെ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കണക്ട് തീർന്നു ഗൈസ്. അത് കണക്ട് ചെയ്യാൻ പറ്റും. നോക്കാൻ തിരിച്ച് കണക്റ്റ് ആവൂ. ഓക്കെ കണക്റ്റ് ആവണം. കണക്റ്റ് ആയെന്ന് കാണിക്കുന്നില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം ഗൈസ്. നമ്മൾ കണക്റ്റ് ആയില്ലെങ്കിലാണ് വീഡിയോ എടുക്കാൻ. ഓക്കെ 1 മിനിറ്റ് ഗൈസ്. 1 മിനിറ്റ് ഗൈസ്. സോസിൻ്റെ നെറ്റ്വർക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് കണക്ട് കൊടുക്കാം. എന്തായാലും ഈ കളി കഴിഞ്ഞാണോ അല്ലേ? നമ്മൾ പുതിയ കളിയിലോട്ട് കയറി. വലിയ കുഴപ്പമില്ല. അമ്മേ സ്റ്റോറാണ്. എന്തായാലും അടുത്ത് വിളിക്കുന്നില്ല. ദൂരെ പോകണം. ഓൾവേസ് റെക്കമെൻഡ്. ആരായാലും ദൂരെ പോകണം റെക്കമെൻഡ്. ഇവിടെ നോക്കുക. എന്തായാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കാൻ വരും. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു ക്ലോസ്ഡ് ആയ ഒരു പെട്ടി ഉണ്ടായിരുന്നല്ലോ. എനിക്കൊന്നുമില്ല. ആരും തന്നെ ഇവിടെ കണ്ടിരിക്കും. നമ്മൾ ഇതേ സെയിം സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. ആരും നമ്മളെ കണ്ടുപിടിച്ചില്ല. പക്ഷേ അത്യാവശ്യം നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത്. നമ്മളടുത്തുനിന്ന് ഒരു കുഴപ്പമില്ല. ഓക്കെ ഒരാൾ കണ്ടുപിടിച്ച്
നമുക്ക് ആരെങ്കിലും വാങ്ങിക്കാനും കൊള്ളാം. സോ നമ്മൾ ഗ്രിസ്ലിയെ നോക്കിയാണ് നടക്കുന്നത്. നടക്കൂല്ലെന്ന് എനിക്കറിയില്ല. അല്ലേ ജേക്കിനെ കിട്ടിയാൽ മതി. 1 minute please. സോ ഒരു കോൾ വന്നിട്ട് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നമ്മളിതുവരെ കണ്ടുപിടിച്ചില്ല കേട്ടോ. അതിനെപ്പോഴാണ് അറിയണത്. നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെയാണേ? അയ്യോ തീർന്നു. ശേ എന്ത് കഷ്ടമുള്ളത്. 1 minute 23 seconds. നമ്മളെ തന്നെ എപ്പോഴും കണ്ടുപിടിക്കണം. എന്തടേ അടുത്ത കളിയിലെങ്കിലും നമ്മൾ ജയിച്ചാൽ മതിയായിരുന്നു. സോ ഇവിടെ നിൽക്കുകയാണോ? ഇവിടേക്കൊന്നും ആരും കണ്ടുപിടിക്കില്ല. സോ കഴിഞ്ഞ കളി ജയിച്ചിട്ടൊന്നുമല്ല. മോണോ ഇത്ര സിമ്പിളായിട്ട് ഒന്നവരെ കണ്ടുപിടിക്കാതെ ഇത്ര പാടായിട്ട് ഞാൻ ഇതിനകത്തൊന്നപ്പോൾ കണ്ടുപിടിച്ച് എങ്ങനെയാടേ? എവിടെ ഇതിനേക്കാളാണ് മുന്നിൽ കേട്ടോ. അതേക്കണം അതൊക്കെ ആരായിരുന്നാണോ? കളി കഴിഞ്ഞാൽ നമ്മൾ തോറ്റിരിക്കുന്നു. വോയിസ് അത്ര വരെ ബാക്കിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ വീഡിയോ മൊത്തം തോൽവികളായി മാറും. വീണ്ടും അവിടെ തന്നെ ഉണ്ട്. ഞാനാണ് ഇറ്റാലിയുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സീക്രട്ട് ഉപയോഗിച്ച് എല്ലാവരും കണ്ടുപിടിക്കാൻ നോക്കാറുണ്ട്. ഒരാൾ മോളിപ്പോയി. നമ്മൾ അതിനകത്തോട്ട് പോകണം. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തോട്ട് പോകണം. അതിനകത്ത് തന്നെ 2 പേരുണ്ട്. സോ ഇതിനകത്ത് 2 പേരുണ്ട്. സോ അത് നമ്മളിപ്പോൾ തന്നെ കണ്ടിരിക്കുന്നു. സോ 10 സെക്കൻഡ് കൂടെ ഉള്ളു. നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ 2 പേരെ കണ്ടുപിടിക്കാമല്ലോ. തീർന്നു കുട്ടികളെ, നമ്മൾ തീർന്നു. നമ്മളിറ്റാകുമ്പോൾ എങ്ങനെ ഇത്തിരി വല്ലതും കണ്ടുപിടിച്ചാൽ കാര്യങ്ങളുണ്ടായില്ലേ? നമ്മളിങ്ങനെ നിരീക്ഷിക്കണം. അതുകൊണ്ട് ഒറ്റ നിമിഷമില്ല. നമുക്ക് അപ്പുറത്തോട്ട് കയറി നോക്കാം. അയ്യോ, ഞാൻ എങ്ങോട്ടാണ് എടുക്കുന്നത്?
ഡിസ്റ്റർബൻസ് ഒക്കെ ക്ഷമിക്കണം. ആരെയും കാണാനില്ലല്ലേ? മറ്റേ അതിനകത്ത് ഒരാളെങ്കിലും കാണണം. ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. പോടെ സ്പീഡില്ലേ? ടെൻഷനിലൂടെ ഒരാളെ മിനിമം ഒരാളെങ്കിലും കാണണം. ഇല്ല. ചാടുന്ന സംഭവം ഇവിടെ ഇല്ല. അവിടെ ആരുടെ അവിടെയും ഇല്ല. ഇവിടെ എവിടെയും ആരാ ഇപ്പൊ 20 എന്തോന്നു ഇതാരുടെ എന്തോടും അതായിരിക്കും അല്ലല്ല. ആരുടെ ഭയം? ഇതിന്റെ മുകളിലാ ചേട്ടാ അമ്മാക്കറി ഇല്ലടാ. ഓ നമ്മൾ 4 പേരെ കണ്ടുപിടിച്ച്. നമ്മൾ ഇത്ര പേരെ കണ്ടുപിടിച്ചൊന്നുണ്ടായിരുന്നു. സോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അടുത്ത കളി തുടങ്ങി. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ ഓവർ ലോങ് ആയിക്കഴിഞ്ഞാൽ വീഡിയോ ബോറിംഗ് ആവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത കളി അതുകൊണ്ട് കമൻറ്റ് ചെയ്തേക്കുക. സോ ബൈ ബൈ.